നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ വാങ്കഡയിൽ RCB ബാറ്റർമാർ താണ്ഡവമാടി. ഫിൽ സാൾട്ടാണ് വിരാട് കോഹ്ലി ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് അതിവേഗത്തിൽ അടിച്ച് കയറിയത്. തുടക്കത്തിൽ സാൾട്ട് പോയതിനു ശേഷം കോഹ്ലിയും ടോപ്പ് ഗിയറിലേക്ക്, രജത് പട്ടീദാറിൻ്റെ വക പൊളിച്ചെടുക്കൽ, പിന്നെ ഫിനിഷ് ചെയ്യാൻ ടിം ഡേവിഡ് എല്ലാം കൂടി ചേർന്നപ്പോൾ നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റിന് 240 റൺസാണ് RCB അടിച്ചിരിക്കുന്നത്. ടോസ് ലഭിച്ച MI ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. 230 ഇവിടെ ചേസബിൾ ആണ് എന്നാണ് നിരീക്ഷിക്കുന്നത്. ഏതായാലും 240, 250 അതൊക്കെ വന്നാൽ വിജയിക്കാൻ MI പാടുപെടുമെന്ന് ഉറപ്പായിരുന്നു. ഇത് 240 RCB എത്തിയിരിക്കുന്നു. ഇനി എന്ത് സംഭവിക്കും MIയുടെ മറുപടിയിൽ എന്നുള്ളത് കണ്ടറിയണം. ഫിൽ സാൾട്ട് കഴിഞ്ഞ കളിയിൽ മോശമായതാണ്. അദ്ദേഹം അതിന് പരിഹാരം ചെയ്തുകൊണ്ട് തുടക്കം മുതൽ ടോപ്പ് ഗിയറിലായിരുന്നു. ഫിൽ സാൾട്ട് 36 പന്തിൽ 6 4 6 6 അടക്കം 78 റൺസ് അടിച്ചിട്ടാണ് മടങ്ങിപ്പോയത്. ഷാർദുൽ താക്കൂറിൻ്റെ പന്തിൽ ഹാർദിക് പാണ്ഡ്യ പിടിച്ച് അദ്ദേഹം മടങ്ങുമ്പോൾ 11ാമത്തെ ഓവറിൽ RCB 120 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. വിരാട് കോഹ്ലിയുടെ ടോപ്പ് ഗിയറിലേക്കുള്ള മാറ്റമാണ് പിന്നെ നമ്മൾ കണ്ടത്. 38 പന്തിൽ 5 4 1 6 അടക്കം അദ്ദേഹം 50 റൺസ് അടിച്ചു. കോഹ്ലി 15ാമത്തെ ഓവറിൽ മടങ്ങുമ്പോഴേക്കും 185 RCB എത്തിക്കഴിഞ്ഞിരുന്നു. രജത് പട്ടീദാർ 20 പന്തുകളിൽ നിന്ന് 4 4 5 6 അടക്കം 53 റൺസ് അടിച്ച് ക്യാപ്റ്റൻ ഇന്നിങ്സ് കളിച്ചപ്പോൾ ജിതേഷ് ശർമ്മ 9 പന്തിൽ നിന്ന് 10 റൺസ് വീണ്ടും നിരാശപ്പെടുത്തി. അതേസമയം ടിം ഡേവിഡ് അതിമനോഹരമായിട്ട് ഫിനിഷ് ചെയ്തു. 16 പന്തുകളിൽ 2 4 3 6 അടക്കം 34 റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകുന്നു. 20 ഓവറുകളിൽ 4 വിക്കറ്റിന് 240. ഒരിക്കൽ കൂടി ജസ്പ്രീത് ബുംറ വിക്കറ്റ്ലെസ് ആയിരിക്കുന്നു. 4 ഓവറിൽ 35 റൺസ് അദ്ദേഹം വിട്ടുകൊടുത്തു, വിക്കറ്റില്ല. അതേസമയം ട്രെന്റ് ബോൾട്ടിന് നന്നായിട്ട് അടി കിട്ടി. 4 ഓവറിൽ 50 റൺസാണ് അദ്ദേഹം ഒരു വിക്കറ്റ് എടുത്തത്. ഷാർദുൽ താക്കൂർ ആവട്ടെ 2 ഓവറിൽ 32 റൺസാണ് വിട്ടുകൊടുത്തത്. എന്തായാലും വമ്പൻ സ്കോറാണ്. മുംബൈ ഇതിന് മറുപടി കൊടുത്ത് വിജയിച്ച് കയറുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇടുക.